USL സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പരിശോധന ശക്തമാക്കിയ ശേഷം ഇപ്പോൾ 1000-ലധികം വിസകൾ റദ്ദാക്കിയതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ അഥവാ AILA നടത്തിയ സർവേയുടെ റിപ്പോർട്ടാണ് വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ പ്രത്യേകം പറയേണ്ട ഒന്നുണ്ട്. ബാധിച്ച വിദ്യാർത്ഥികളിൽ ഗണ്യമായ എണ്ണം ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. കണക്കുകൾ പ്രകാരം വിസ റദ്ദാക്കിയ 327 വിദേശ വിദ്യാർത്ഥികളിൽ പകുതി പേരും ഇന്ത്യക്കാരാണ്. ബാക്കിയുള്ളവരിൽ 14% പേർ ചൈനക്കാരാണ്. ശേഷിക്കുന്ന വിദ്യാർത്ഥികൾ ദക്ഷിണ കൊറിയ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. കാലിഫോർണിയ, ന്യൂയോർക്ക്, ടെക്സസ്, മിഷിഗൺ, പെൻസിൽവേനിയ, ഫ്ലോറിഡ, അരിസോണ, വിർജീനിയ, ഇലിനോയ്, മാസച്യൂസെറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നടപടികൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. AI-യുടെ സഹായത്തോടെ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇടപെടലുകളും നിരീക്ഷിച്ചു അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ നിശ്ചയിച്ചുമാണ് പുറത്താക്കൽ നടത്തുന്നത്. ഇതിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത വിദ്യാർത്ഥികളും നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് AILA തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും നടപടി നീതിപരമല്ല എന്നും വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി നടപടിക്കെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കോടതിയിലെത്തിയിരിക്കുകയാണ്. ന്യൂ ഇംഗ്ലണ്ടിലെയും അതുപോലെ പോർട്ടോ റിക്കോയിലെയും 100-ലേറെ വിദ്യാർത്ഥികളാണ് ന്യൂ ഹാംപ്ഷയർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനുമായി ബന്ധമുള്ള സംഘടനകൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുമുണ്ട്. യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ F1 സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയത് കാരണം കുട്ടികൾക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് ഹർജിയിൽ പറയുന്നു. ഇതാദ്യമായല്ല ഇങ്ങനൊരു നീക്കം. വിസ റദ്ദാക്കൽ നടപടിക്കെതിരെ നിയമസഹായം തേടാൻ നൽകിയില്ല എന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ നേരത്തെയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തുടർന്ന് നീക്കങ്ങൾ താൽക്കാലികമായി തടഞ്ഞ് ന്യൂ ഹാംപ്ഷയർ, വിസ്കോൺസൺ, മണ്ടേന എന്നിവിടങ്ങളിലെ ഫെഡറൽ ജഡ്ജിമാർ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. 170-ലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1100-ഓളം വിദ്യാർത്ഥികളുടെ വിസ മാർച്ചിന് ശേഷം റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. വിദേശ വിദ്യാർത്ഥികൾ സർവകലാശാലകളിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ആണെന്നും അവരുടെ വിസ റദ്ദാക്കാനും പഠനം മുടക്കാനും നാട് കടത്താനും ഒരു ഭരണകൂടത്തെയും നിയമം അനുവദിക്കുന്നില്ല എന്നും ന്യൂ ഹാംപ്ഷയർ ACLU ലീഗൽ ഡയറക്ടർ ഗിൽസ് ബിസോനെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹർജി സമർപ്പിച്ചതിനെക്കുറിച്ച് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ പറയുന്നുണ്ട്. ഇനി ഈ ഒരു വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പല പാർട്ടികളും രംഗത്തുണ്ട്. ഈ റിപ്പോർട്ട് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വിഷയം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച ചെയ്യണമെന്നും ജയറാം രമേശ് നിർദ്ദേശിക്കുകയും ചെയ്തു. US നടപടികളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വിസ റദ്ദാക്കൽ നടപടി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണങ്ങൾ US നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എല്ലാ ഉഭയകക്ഷി വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുവെന്ന് സർക്കാർ ആവർത്തിക്കുന്ന അതേ സമയത്താണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇതുപോലെ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുന്നത്. ചർച്ചകൾ എങ്ങും എത്താത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.